ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സാമ്പാറാണ്. വിത്തൗട്ട് പരിപ്പ്, പരിപ്പില്ലാതെ സാമ്പാർ വെക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കാം. ഏത് കഷ്ണങ്ങളും ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ നിർബന്ധമായിട്ടും വേണ്ടത് മത്തങ്ങയും ഉരുളക്കിഴങ്ങുമാണ്. ഇത് രണ്ടും ഇട്ടാലേ കൊഴുപ്പുണ്ടാവുള്ളൂ. പരിപ്പിന് പകരമായിട്ട് നമ്മൾ ആ രണ്ട് കഷ്ണങ്ങൾ ഉപയോഗിക്കാം. ശേഷം കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു 4 ചെറിയ ഉള്ളി, ഒരു സവാളയുടെ കഷ്ണം കൂടി ചേർക്കുക. പിന്നെ ഒരു പൊടി പുളിയെടുത്ത് പിഴിഞ്ഞ് ചേർക്കാം. അതിനുശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർക്കുക. ചേർത്ത് ആവശ്യത്തിന് കഷ്ണം നികക്കെ വെള്ളം ഒഴിക്കുക. പിന്നീട് ഒരു പിടി തേങ്ങ എടുക്കുക. അത് അരച്ച് നല്ല മയത്തിൽ അരച്ചെടുക്കുക. അത് വെന്ത് വന്ന സാമ്പാർ കഷ്ണത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. സാമ്പാർ പൊടി ചേർത്ത് ഒന്നുകൂടെ തിളപ്പിക്കുക. പിന്നെ നമ്മുടെ വിത്തൗട്ട് സാമ്പാർ റെഡി. ആവശ്യമുള്ളവർക്ക് കടുക് പൊട്ടിക്കുക, കടുക് വറുത്ത് ചേർക്കാം. അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം.